എംബ്രിയോ ഫ്രീസിംഗ് അഥവാ ക്രയോ പ്രിസർവേഷനെ കുറിച്ചാണ്. ഒരു IVF പ്രൊസീജിയർ കഴിഞ്ഞ് ആ പേഷ്യന്റിന്റെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ഗുഡ് ക്വാളിറ്റി എംബ്രിയോസ് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് സൈക്കിളിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ പേഷ്യന്റിന് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തിൽ നമുക്ക് എംബ്രിയോ ഫ്രീസ് ചെയ്ത് വയ്ക്കാം. അതുമില്ലെങ്കിൽ എംബ്രിയോ ഫസ്റ്റ് അറ്റംപ്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം അവർ പോസിറ്റീവ് പ്രഗ്നൻസി ആയി കഴിഞ്ഞാലും അവർക്ക് പിന്നീട് ഒരു സെക്കൻഡ് ബേബിക്ക് വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന എംബ്രിയോസ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ചെയ്യുന്ന ഫ്രീസിംഗ് ടെക്നിക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. വിട്രിഫിക്കേഷൻ പ്രോസസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു എംബ്രിയോ നമ്മൾ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് അഥവാ മീഡിയ ഇതിൽ കൂടി ഈ എംബ്രിയോയെ എക്സ്പോസ് ചെയ്തതിന് ശേഷം ഫൈനലി വിട്രിഫിക്കേഷൻ സൊല്യൂഷനിൽ നിന്ന് ഒരു ഫ്രീസിംഗ് സ്ട്രോയുടെ ടിപ്പിലേക്ക് നമ്മൾ ഇതിനെ ലോഡ് ചെയ്യുന്നു. ആ ലോഡ് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ നമ്മൾ ഇതിനെ ലിക്വിഡ് നൈട്രജനിലേക്ക് പ്ലഞ്ച് ചെയ്യുന്നു. പ്ലഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഈ എംബ്രിയോ ഫ്രോസൺ സ്റ്റേജിലേക്ക് മാറുകയാണ്. ഈ ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ -196°C ആണ്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള എംബ്രിയോ ഇത്രയും എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ അതിന് ഡാമേജ് ഒന്നും സംഭവിക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ വിട്രിഫിക്കേഷൻ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന ക്രയോ പ്രൊട്ടക്റ്റൻസ് കാരണമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്യുന്ന എംബ്രിയോസ് നമ്മൾ ക്രയോ ക്യാൻസ് അഥവാ ലിക്വിഡ് നൈട്രജൻ കണ്ടെയ്നേഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു ഫ്രീസിംഗ് പ്രോസസ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈ സർവൈവൽ റേറ്റ് ആണ്. താങ്ക് യു.